ഹായ് ഫ്രണ്ട്സ്, ഒരു സിമ്പിൾ ട്രിക്കിലൂടെയാണ് നമ്മൾ ഈ പൂക്കളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കിന്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവറുകളാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ കേക്കിന്റെ ബോക്സിൽ ഒരു ഫ്ലവർ വരച്ചെടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഫ്ലവറാണ് നമ്മൾ അതിൽ വരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ വരച്ചെടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഫ്ലവറിന്റെ നടുക്കായിട്ട് നമുക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതുപോലെ നമ്മൾ അതിന്റെ നടുക്കായിട്ട് ഒരു ഹോളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്, നൂല് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഈർക്കളിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തു. 2 പീസുകളാണ് നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവറിന്റെ നടുക്കായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഫ്ലവറിന്റെ നടുക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് വിടർത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വിടർത്തി കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഫ്ലവറിന്റെ താഴേക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈർക്കളി ഇതുപോലെ അതിനകത്തേക്ക് വെച്ചു കൊടുത്തു. ഇനി നമ്മളത് നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. വളരെ സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ സിമ്പിൾ ട്രിക്കിലൂടെ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇതളുകളെല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റർ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതിൽ ചുറ്റി കൊടുക്കുകയാണ്. ഈ ഒരു പീസ് ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ലീഫ് അതിൽ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും നമുക്കിതിൽ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കണം. ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ട് വൂളൻ ത്രെഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 പീസുകൾ വെച്ച് നമ്മൾ ഇതുപോലെ ഫ്ലവർ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള വൂളൻ ത്രെഡ് അതിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമ്മൾ ഫ്ലവറിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പല കളർ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വേറെ പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ പൂക്കൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. നമ്മുടെ ചാനലിലെ ഓരോ ക്രാഫ്റ്റ് ഐഡിയാസും മോഷ്ടിക്കാൻ മാത്രമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരുണ്ട്. ഏതായാലും നമ്മുടെ കണ്ടന്റ് നിങ്ങൾ മോഷ്ടിക്കുകയാണ്, നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക, ഒരു കമന്റ് ചെയ്യുക, അതെങ്കിലും നിങ്ങൾക്ക് ചെയ്തൂടെ. ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ട് ലോങ് വീഡിയോ ഇടാനുള്ള ഒരു ടൈമും കൂടെ അവർ തരില്ല. അതിന് മുൻപ് മോഷ്ടിച്ച് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.